ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തകർത്തു പെയ്യുന്ന മഴയാണല്ലേ എല്ലായിടത്തും. അപ്പോൾ നമ്മൾ രാവിലെ തുടങ്ങിയുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത്. എഴുന്നേറ്റ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഭയങ്കര തണുപ്പാണ് കേട്ടോ. നമുക്ക് കട്ടിൽ നിന്നും താഴെ ഇറങ്ങാനായിട്ട് തോന്നില്ല. പിന്നെ എണീക്കാതെ പറ്റില്ല, ജോലികൾ ചെയ്യാതെ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്നും എഴുന്നേൽക്കുന്ന അതേപോലെ തന്നെ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ എഴുന്നേറ്റു കേട്ടോ. അങ്ങനെ കട്ടനൊക്കെ വെച്ചും കഴിഞ്ഞ് പകർത്തി രമേശേട്ടന് കൊണ്ടു കൊടുക്കുകയാണ്. രമേശേട്ടനാണെങ്കിൽ നിന്നുകൊണ്ട് ടി വി കാണുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയോ ചെയ്യായിരുന്നു തോന്നുന്നു. അപ്പോൾ ടി വിയിൽ ന്യൂസുകളും മഴക്കെടുതികൾ കാര്യങ്ങളൊക്കെ നമുക്ക് രാവിലെ തന്നെ അറിയാനുള്ള ഒരു ത്വരയുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ഇതിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ റൈസ് കുക്കറിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചോറ് വയ്ക്കണം, അതുപോലെ തന്നെ കറി വയ്ക്കണം. അപ്പോൾ അമ്മയ്ക്കുള്ള ചായയാണ് കേട്ടോ ഇത്. അമ്മ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് സാമ്പാറാണ് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ പരിപ്പ് കുക്കറിൽ ഇട്ടും കഴിഞ്ഞിട്ട് വേവിക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ മഴ പുറത്തുണ്ട് അല്ലെങ്കിൽ കാറ്റ് പുറത്തുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഡ്യൂട്ടികൾ നമ്മൾ ചെയ്തേ പറ്റുമല്ലോ. അപ്പോൾ ഇന്നലെ രമേശ് ചേട്ടനാണെങ്കിൽ സാമ്പാർ കഷ്ണങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കഷ്ണങ്ങളൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് വേഗം തന്നെ നന്നാക്കാനായിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ സാമ്പാർ വെക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കണം. അപ്പോൾ ചപ്പാത്തിക്കൊപ്പം കഴിക്കാനായിട്ടാണ് കേട്ടോ. ആദ്യം കറി വയ്ക്കുക, അതിന് ശേഷം ചപ്പാത്തി ഉണ്ടാക്കുക. അങ്ങനെ തന്നെയാണ് എനിക്കിഷ്ടം കേട്ടോ. ഇഡ്ഡലി ആയാലും ദോശ ആയാലും ഒക്കെ ആണെങ്കിലും ഞാൻ ഫസ്റ്റ് തന്നെ കറി വയ്ക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും ആദ്യം കഴിക്കണം എന്നുണ്ടെങ്കിൽ വേഗം കൊടുക്കാൻ പറ്റും കറിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കേട്ടോ. അതാണ് എനിക്കൊരു ഈസി ആയിട്ട് തോന്നുന്നത് കേട്ടോ. പെട്ടെന്ന് അത് കഴിഞ്ഞു പിന്നെ പാട്ടും പാടി ബാക്കി ഇപ്പോൾ ദോശ ആയാലും ചപ്പാത്തി ആയാലും ഒക്കെ ഇത്തിരി സ്ലോവിൽ ഉണ്ടാക്കിയാൽ മതി എന്ന് തോന്നുന്നു. ഫസ്റ്റ് തന്നെ കറിയൊക്കെ റെഡിയാക്കി വയ്ക്കുന്നത് തന്നെയാണ് ഇഷ്ടം കേട്ടോ. മഴ അങ്ങോട്ട് വന്നത് പിന്നെ എന്താ പറയുക, ഇത്ര നാൾ നമ്മൾ ഉഷ്ണിക്കണേ എന്ന് പറഞ്ഞ് നടക്കായിരുന്നു അല്ലേ. അപ്പോൾ ഈ മഴ അങ്ങോട്ട് തുടങ്ങിയോട് കൂടിയിട്ട് ഇതുപോലൊരു മഴ, നിൽക്കാത്ത മഴയാണ് കേട്ടോ ഇന്ന് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാത്രി മുഴുവൻ മഴയായിരുന്നു. നമ്മൾ ഉറങ്ങുമ്പോഴൊക്കെ അങ്ങോട്ട് തിരിഞ്ഞെടുക്കുക ഇങ്ങോട്ട് തിരിഞ്ഞെടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ മഴ നിന്നിട്ടില്ല അല്ലേ എന്ന് നമ്മൾ ഓർത്ത് പോകും കേട്ടോ. അത്രയ്ക്ക് മഴയായിരുന്നു കേട്ടോ. അപ്പോൾ രമേശ് ചേട്ടൻ കോഴിമക്കൾക്കുള്ള തീറ്റയാണ് കേട്ടോ കുഴച്ചും കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉലർത്തിയെടുക്കുന്നത് കേട്ടോ. അത് അവർക്ക് കൊണ്ടുപോയി ഇടണം. അപ്പോൾ നിൽക്കുനാണെങ്കിൽ രാവിലെ നമ്മളൊന്ന് പുറത്തിറക്കിയിട്ട് കുറച്ച് അരിയൊക്കെ ഇട്ട് കൊടുക്കുന്ന ആ ഒരു ശീലമൊക്കെ അവനെ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം അവനാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാനും വയ്യ, അത്രയ്ക്ക് മഴയാണ് കേട്ടോ. എന്നാലും അവനെ നമ്മുടെ വീടിൻ്റെ ആ സൈഡിൽ കൊണ്ടുപോയി നിർത്തിയും കഴിഞ്ഞിട്ട് കുറച്ച് അരി ഇട്ടും കഴിഞ്ഞിട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ തന്നെ ഓടിപ്പോയി കൂടിൻ്റെ മുകളിൽ കയറി നിൽക്കും കേട്ടോ. അപ്പോൾ വീണ്ടും പിടിച്ചിടും. അങ്ങനെയാണ് കേട്ടോ. ഒട്ടും മഴ നിൽക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉച്ച വരെ അവരെ അങ്ങനെ തന്നെ കൂടിൻ്റെ ഉള്ളിൽ നിർത്താം, കൂടിൻ്റെ ഉള്ളിലേക്ക് ഫുഡൊക്കെ ഇട്ട് കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചു. ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് വിടാമെന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോഴേക്കും മഴ കുറയും എന്നൊക്കെയാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിന്നുണ്ടല്ലോ സാമ്പാർ കഷ്ണങ്ങളിൽ ഒരു സവാള എടുത്തിട്ട് അതും കൂടി ഒന്ന് വഴറ്റിയിട്ട് ഈ കഷ്ണങ്ങളുടെ ഒപ്പം തന്നെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു കൊഴുപ്പൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ കുക്കർ അടച്ച് വേവിച്ചതിന് ശേഷം അത് തുറന്നും കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് പുളി പിഴിഞ്ഞൊഴിക്കുക. അതുപോലെ തന്നെ ഒരു ലേശം ശർക്കരയും കൂടി ഞാൻ ചേർക്കും കേട്ടോ. അങ്ങനെ പിന്നെ കടുക് പൊട്ടിച്ചും കഴിഞ്ഞിട്ട് കടുകും ഉലുവയും കൂടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇന്ന് ചെയ്യുന്നത് ഇത്തിരി വ്യത്യസ്തമായ രീതിയിലാണ്. കാരണം അവസാനമാണ് മല്ലിപ്പൊടി മുളക് പൊടി വറുത്ത് നമ്മൾ ഇടുന്നത് കേട്ടോ. പിന്നെ കായപ്പൊടിയും ഈ ഒരു ടൈമിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു സാമ്പാറാണ്. സാമ്പാർ കുക്കറിൽ വെക്കുകയാണെങ്കിലും അത് മൺകലത്തിലേക്ക് പകർത്തി വെച്ചാലാണ് എനിക്കതൊരു തൃപ്തിയാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് അങ്ങനെ വേഗം വേവിച്ചൊക്കെ കഴിഞ്ഞ് കാച്ചിയൊക്കെ ഒഴിച്ചതിന് ശേഷം മൺപാത്രത്തിലേക്ക് തന്നെ പകർത്തി വെക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മറ്റു ജോലികളിലൊക്കെ ചെയ്യാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു കേട്ടോ. ഇതിനിടയ്ക്ക് ഉണ്ടല്ലോ എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മൾ കുട പിടിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ടൈല് മുറ്റമൊക്കെ നമ്മൾ അടിച്ച് വൃത്തിയാക്കിയത്. രാവിലെ തന്നെ അടിച്ചിടാതിരിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാവിൻ്റെ ഇലകളും പിന്നെ നിറയെ പൂക്കളും ഒക്കെ വീണിട്ട് മുറ്റം കാണുമ്പോൾ തന്നെ വൃത്തിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുട പിടിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങോട്ട് അടിച്ച് മാറ്റുകയാണ് ചെയ്തത് കേട്ടോ.
അപ്പോൾ ഇനിയൊന്നും മഴയത്തുള്ള പരിപാടികളില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതാ നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ 2 പാൻ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കഴിയും കേട്ടോ. അപ്പോൾ പുറത്ത് മഴയൊക്കെ ഉള്ളപ്പോൾ എനിക്ക് ചപ്പാത്തിയൊക്കെ കഴിക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. ചൂടുള്ള ചപ്പാത്തിയും അതുപോലെ സാമ്പാറൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നമുക്ക് ആ തണുപ്പൊക്കെ ഒന്ന് കുറഞ്ഞ പോലെ തോന്നും കേട്ടോ. അതുപോലെ തന്നെ പുട്ടുണ്ടാക്കാനും എനിക്കിഷ്ടമാണ് കേട്ടോ മഴയത്ത്. പക്ഷെ നാളികേരം വാങ്ങിക്കൊണ്ട് വരാൻ പറയാനായിട്ട് മറന്നുപോയി കേട്ടോ രമേശേട്ടനോട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ നാളികേരം ഇല്ല. അപ്പോൾ അതുകൊണ്ട് പുട്ട് ഉണ്ടാക്കണ്ട, പകരം ചപ്പാത്തി ഉണ്ടാക്കാമെന്നിട്ട് വിചാരിച്ചു കേട്ടോ. നമ്മൾ ഓരോ ദിവസവും തലേ ദിവസം കിടക്കാൻ പോകുമ്പോൾ തന്നെ ഇതൊക്കെ ഓർത്ത് വയ്ക്കും കേട്ടോ. പിറ്റേ ദിവസം എന്തായിരിക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതിങ്ങനെ ഓർത്ത് വയ്ക്കും. അങ്ങനെയൊക്കെ നമ്മൾ ഒന്ന് മുൻകൂട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കിച്ചണിൽ നിന്നും കഴിഞ്ഞ് എന്ത് ഉണ്ടാക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനില്ല. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ജോലികളിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ വെച്ചിട്ട് മുൻപ് മക്കളുള്ളപ്പോൾ മക്കളിങ്ങനെ ചോദിക്കും കേട്ടോ, രാത്രിയാകുമ്പോൾ അമ്മ നാളെ എന്താ ഉണ്ടാക്കാമെന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിലോ അവരെ പറ്റിക്കാനായിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത പലഹാരത്തിൻ്റെ പേര്, അതുപോലെ ഇഷ്ടമില്ലാത്ത കറിയുടെ പേരൊക്കെ അങ്ങോട്ട് പറയും കേട്ടോ. അപ്പോൾ അതോട് കൂടിയിട്ട് അവർ അത് വെക്കണ്ട, വേറെ വെച്ചാൽ മതി, അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവരൊന്ന് കൺഫ്യൂഷനൊക്കെ അടുപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ പറയുക അതല്ല ഉണ്ടാക്കുന്നത് വേറെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ അപ്പോൾ കുട്ടികളുടെ കാര്യം ഇങ്ങനെ ആലോചിക്കും കേട്ടോ. മക്കൾ എന്നോട് ഇങ്ങനെ പറയാറുണ്ടല്ലോ എന്ന്, അങ്ങനെ വിചാരിക്കുന്ന ആ ടൈമിൽ തന്നെ അവർ വിളിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പറയും, ഞാൻ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ഇങ്ങനെയൊക്കെ മാറ്റി മറിച്ചൊക്കെ പറഞ്ഞിരുന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളും ഒക്കെ വെച്ചിട്ട് സത്യത്തിൽ വീട്ടമ്മമാരായിട്ടുള്ള നമ്മൾ എന്താ പറയുക, മാജിക്കുകാരുടെ പോലെയാണ്. എന്താ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ അടിപൊളിയായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാണ് അല്ലേ. എന്തെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആ കുറവൊക്കെ നികത്തിക്കൊണ്ട് മറ്റെന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് പെട്ടെന്ന് തന്നെ നമ്മൾ എന്തായാലും പല വിഭവങ്ങളും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അല്ലേ. ഇതൊക്കെ ഒരു വലിയ കഴിവ് തന്നെയല്ലേ. ആദ്യമൊക്കെ നമുക്കിങ്ങനെ സ്പീഡിൽ ജോലികൾ ചെയ്യാനും കാര്യങ്ങളൊന്നും അറിയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് അതിനുള്ള ഒരു സമയത്ത് നമുക്ക് കറക്റ്റ് ടൈമിന് നമുക്ക് പുറത്ത് ജോലിക്കൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ പയ്യെ നമ്മൾ ഇങ്ങനെ ഒരു ടൈം മാനേജ്മെൻറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് കറക്റ്റ് ടൈമിന് തന്നെ ഇറങ്ങാനായിട്ട് ശ്രമിക്കൂലേ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒരു കഴിവായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് കേട്ടോ. അപ്പോൾ ചിലർ പറയൂലേ ഇങ്ങനെ ഒരു ജോലിയില്ല വീട്ടമ്മമാരാണ് അല്ലെങ്കിൽ വീട്ടിലിരിക്കുക എന്ന് പറയും. പക്ഷെ അത് എന്തൊരു തെറ്റാണ് അങ്ങനെ പറയുന്നത് അല്ലേ. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. വീടും പരിസരമൊക്കെ വൃത്തിയാക്കുന്നു, അതുപോലെ തന്നെ എന്തൊക്കെ വിഭവങ്ങളാണ് നമ്മൾ ഒരു ദിവസം ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നു. എല്ലാവരുടെ കാര്യങ്ങളും നമ്മൾ നോക്കുന്നു, കുടുംബാംഗങ്ങളുടെ. ഇതൊക്കെ ഓരോ വീട്ടമ്മമാരെ സംബന്ധിച്ചും അവരൊക്കെ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണല്ലേ. അപ്പോൾ ഒരു ജോലിയില്ല എന്നൊന്നും ആരും പറയരുത്. ഇതൊക്കെ വലിയ ജോലികളൊക്കെ തന്നെയാണ് അല്ലേ. അപ്പോൾ സമയത്തിന് ജോലി ചെയ്യാത്ത വീട്ടമ്മമാരും ഉണ്ടായിരിക്കും കേട്ടോ. കാരണം 8 മണിക്ക് ചായയും പലഹാരം ആക്കുന്നതിന് പകരം 9:30 ആക്കുന്നു. അങ്ങനെ ലാഗ് അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ജോലികൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക, ഒരു കൃത്യമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ ജോലികൾ ചെയ്യുന്നുണ്ട് എന്ന് പറയാതെ കറക്റ്റ് ടൈമിന് നമ്മളത് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അവിടെയാണ് വീട്ടമ്മമാരുടെ വിജയം. അല്ലാതെ ഞാൻ ഇത്ര കറികൾ വെച്ചു എന്നും പറഞ്ഞു കഴിഞ്ഞ് ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോഴാണ് അതൊക്കെ ആക്കണമെന്ന് വെച്ചാൽ അതിലൊന്നും അർത്ഥമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിനൊക്കെ നമ്മുടെ ജോലികൾ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അങ്ങനെ ഉപ്പേരിക്കറിയും ഒക്കെ ആയിട്ട് രമേശ് ചേട്ടൻ ബോക്സ് മുറുക്കി അടച്ചും കഴിഞ്ഞിട്ട് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ സാമ്പാറും നമ്മളിന്ന് നേന്ത്രക്കായും പച്ചപ്പയറും കൂടിയിട്ടുള്ള ഉപ്പേരിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ രമേശ് ചേട്ടൻ പോകുന്ന സമയത്തും മഴ തകൃതിയായിട്ട് പെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ ഞാനും മൗഗ്ലി ഇപ്പോൾ ഗേറ്റിൻ്റെ അവിടെ ആയേനെ. അപ്പോൾ ഇപ്പോൾ മൗഗ്ലി അടക്കം അകത്തു നിന്നിങ്ങനെ മുഖം വെച്ചിങ്ങനെ നോക്കുന്നുള്ളൂ കേട്ടോ. പുറത്തേക്ക് ഇറങ്ങാനൊന്നും ഒരു നിർവാഹമില്ല കേട്ടോ. അപ്പോൾ രമേശ് ചേട്ടൻ തന്നെ പോയി കഴിഞ്ഞ് ഗേറ്റ് തുറന്നും കഴിഞ്ഞ് ഇട്ടിട്ട് വരും. എന്നിട്ട് വണ്ടി എടുത്തും കഴിഞ്ഞിട്ട് പോവും, പിന്നെയും ഗേറ്റ് അടച്ചിട്ട് പോവും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. എന്ത് ചെയ്താൽ നമുക്ക് മഴയത്തേക്ക് ഇറങ്ങാനായിട്ട് തോന്നുകയില്ല. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്ന് മുറ്റമൊക്കെ ഞാൻ ക്ലീൻ ചെയ്തതിന് ശേഷം സിറ്റ് ഔട്ടും അതുപോലെ തന്നെ കാർ ഷെഡും അടിച്ചങ്ങോട്ട് കഴുകും കേട്ടോ. അപ്പോൾ കാർ ഷെഡിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ മണ്ണൊക്കെ പറ്റിയിട്ടുണ്ടാവും കേട്ടോ. അവിടെ നിന്നൊക്കെ ഈ മഴ പെയ്തിട്ട് വെള്ളം തെറിച്ചിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കുളിക്കുന്നതിന് മുൻപാണല്ലോ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് വെള്ളം ഒഴിച്ചും കഴിഞ്ഞിട്ട് അടിച്ച് കഴുകലും ഒക്കെ അങ്ങോട്ട് ചെയ്തും കഴിഞ്ഞിട്ട് ഇടുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ വൈകിട്ട് മുറ്റടിക്കലൊന്നും ഇല്ല കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ഇനി മഴ. അപ്പോൾ ഇങ്ങനെ മഴ തകൃതിയായിട്ടുള്ള ദിവസങ്ങളിലൊക്കെ രാവിലെ അടിക്കുന്നതും ആക്കുന്നതൊക്കെ ഉള്ളൂ കേട്ടോ.
രമേശ് ചേട്ടൻ വണ്ടി എടുത്ത് ഇറങ്ങി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഗംഭീര മഴയായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ ഇങ്ങനെ യാത്രയ്ക്കൊക്കെ ഒരു തടസ്സമൊക്കെയാണ് മഴയൊക്കെ. എന്നാലും നമുക്ക് ഇത്രയൊക്കെ അല്ലേ കാര്യങ്ങളുള്ളൂ. അങ്ങനെ ഉച്ചയ്ക്ക് ഒരു 2 മണി കഴിഞ്ഞപ്പോൾ മഴ തുറന്നിട്ടുണ്ട് കേട്ടോ. ഒരു കുറച്ച് സമയം ഈ സമയത്ത് അമ്മ വേഗം പോയി അലക്കാണ് കേട്ടോ. അല്ലെങ്കിൽ കോഴിക്കൂടിൻ്റെ മുകളിലിരിക്കുന്ന ഇവനാണ് ഇപ്പോൾ ഇതിലേ നോക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നേരത്തെ വെള്ളം വീഴുന്നത് മഴയുടെ അല്ല കേട്ടോ, നമ്മുടെ മോട്ടർ നിറഞ്ഞു പോകുന്ന വെള്ളം വീഴുന്നതാണ് കണ്ടത് കേട്ടോ. അപ്പോൾ മൗഗ്ലിക്കുട്ടനെ പുറത്തിറങ്ങി അമ്മയുടെ ഒപ്പം ചെല്ലുന്ന ആളാണ്. ഇപ്പോൾ ഈ മഴയായതുകൊണ്ട് തന്നെ അവന് തൈജ് ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ മഴയൊന്ന് നിന്ന സമയത്ത് ഞാൻ വേഗം പോയി ഒരു ചക്കയൊക്കെ ഇട്ട് ഞാനും അമ്മയും കൂടി ഇരുന്ന് കഴിഞ്ഞ് നന്നാക്കി വിയും കണ്ട് ഇങ്ങനെ അതൊക്കെ നന്നാക്കി എടുത്തും കഴിഞ്ഞ് വേവിക്കാനൊക്കെ വെച്ചു. ആ ഒരു സമയത്ത് കറണ്ട് പോക്കും വരവൊക്കെ ആയിരുന്നു. അപ്പോൾ ചക്ക നന്നാക്കൽ കഴിഞ്ഞതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മൾ അത്ര നേരം കണ്ടുകൊണ്ടാണ് ചക്ക നന്നാക്കിയിരുന്നത്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് കറണ്ട് പോയത് കേട്ടോ. അങ്ങനെ ചക്കയിൽ നിന്ന് കുറച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിതാ കാച്ചി എടുത്തേക്കാണ് കേട്ടോ. ഇനി കട്ടൻ ചായയും കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിക്കണം. അപ്പോൾ ഇത് ചെറിയ ചക്കയാണെങ്കിലും നമുക്ക് ഇങ്ങനെ പറിച്ചൊക്കെ എടുക്കാനൊക്കെ ആയിട്ടും അരിഞ്ഞെടുക്കാനൊക്കെ ആയിട്ടും കുറേ സമയമായിട്ട്. അപ്പോൾ ഒരു ദിവസം ചക്ക ഉപ്പേരിയാണ് ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഇനി ചക്കക്കുരു ഇട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കറി വെക്കും കേട്ടോ. അപ്പോൾ പിന്നെ 2-3 ദിവസത്തേക്ക് നമുക്ക് പിന്നെ ഈ ചക്ക കഴിക്കണമെന്നൊന്നുമില്ല. അങ്ങനെ അങ്ങോട്ട് മട്ടിപ്പോവും. പിന്നെ 2-3 ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ തന്നെ കഴിക്കും കേട്ടോ നമ്മൾ. കാരണം ചക്ക മഴ പെയ്യുമ്പോഴൊക്കെ ചക്കുപ്പേരിയൊക്കെ കഴിക്കാനായിട്ട് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ചക്ക ആയിക്കോട്ടെ കപ്പ ആയിക്കോട്ടെ ഒക്കെ ഇങ്ങനെ മഴ പെയ്യുമ്പോഴൊക്കെ നല്ല രസമാണ് കഴിക്കാനായിട്ട്. അങ്ങനെ മഴ ഒന്ന് മാറിയപ്പോൾ ഒരു പിടി അരി ഇവർക്ക് ഇവിടേക്ക് അങ്ങോട്ട് വാരി ഇട്ട് കൊടുത്തു കേട്ടോ ഞാൻ. അപ്പോൾ അതാണ് നിക്കും അല്ലിയും എല്ലാവരും കൂടി അങ്ങോട്ട് കഴിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ രമേശ് ചേട്ടൻ വരുന്നത് നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഗേറ്റിൻ്റെ അവിടേക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രമേശ് ചേട്ടൻ വന്നു കേട്ടോ. രമേശ് ചേട്ടൻ വരുന്ന ആ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോഴേക്കും മൗഗ്ലിയും പിന്നെ അതുപോലെ എവിടെയോ നിൽക്കുന്നുണ്ടായി റീയും വന്ന് നോക്കിയിട്ട് ഇങ്ങനെ പോകും കേട്ടോ. റീ വന്ന് നോക്കിയിട്ട് പോവുള്ളൂ. മൗഗ്ലിക്കുട്ടൻ പിന്നെ ഇങ്ങനെ കൂടെ തന്നെ നിൽക്കും കേട്ടോ. അങ്ങനെ കോഴിമക്കളൊക്കെ കൂട്ടിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.